ലെയോ 14-ാമൻ പാപ്പയുടെ ബാല്യകാല ഓർമ്മകൾ പങ്കുവച്ച് സഹോദരങ്ങൾ. റോബ് എന്ന് വിളിച്ചിരുന്ന തങ്ങളുടെ കുഞ്ഞനിയൻ ആഗോള സഭയുടെ പേപ്പൽ പദവിയിൽ എത്തിയപ്പോൾ വികാരനിർഭര പ്രതികരണങ്ങളാണ് സഹോദരന്മാർ നൽകിയത്. നിറഞ്ഞു തുളുമ്പുന്ന അഭിമാനവും ആത്മനിർവൃതിയും ഒരു വശത്ത്, സഹോദരനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വങ്ങളെപ്പറ്റിയുള്ള ആദി മറ്റൊരു വശത്ത്. ചെറുപ്പത്തിൽ പോലും റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് എന്ന ലെയോ 14-ാമൻ പാപ്പ അസാധാരണമായ എന്തോ ഒന്നിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായി തോന്നിയിരുന്നുവെന്ന് സഹോദരന്മാർ പങ്കുവച്ചു. എപ്പോഴും ഒരു പുരോഹിതനാകാൻ അവരുടെ കുഞ്ഞനുജൻ റോബ് ആഗ്രഹിച്ചിരുന്നു. അതിൽ മറക്കാനാവാത്ത ഒരു നിമിഷം അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. റോബ് 1-ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു അയൽവാസി അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "നീ ആദ്യത്തെ അമേരിക്കൻ പോപ്പായിരിക്കും." പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺക്ലേവിന്റെ തലേന്ന് ലെയോ പാപ്പയുടെ ഇളയ ജ്യേഷ്ഠനായ ജോൺ തന്റെ സഹോദരനെ ആ ബാല്യകാല പ്രവചനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ റോബ് ഒരു അമേരിക്കൻ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ദൈവപദ്ധതി പിന്നീട് ആരും നനയ്ക്കാത്ത രീതിയിൽ വെളിപ്പെടുകയായിരുന്നു. What was interesting, when he was in, I think, first grade, one of the neighborhood ladies across the street said to him, "You will be the first American Pope." She knew that, she sensed that at 6 years old. How she did that, who knows? We still talk every day. 4 or 5 വയസ്സുള്ളപ്പോൾ പോലും റോബ് എങ്ങനെയാണ് തന്റെ വിളി വ്യക്തമാക്കിയിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഓർമ്മിച്ചു. ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമ്പോൾ വൈദികനായി അഭിനയിക്കുന്നതായിരുന്നു റോബ് ഇഷ്ടപ്പെട്ട വിനോദം. അമ്മയുടെ മേശയിൽ വിരിവിരിച്ച് കുർബാന ചൊല്ലുന്നതായി ഭാവിച്ചിരുന്ന അവന്റെ കുർബാനയിൽ പങ്കുചേരാൻ ഞങ്ങൾ നിർബന്ധിതരായിട്ടുണ്ട്, ജോൺ പ്രെവോസ്റ്റ് വ്യക്തമാക്കി. He would take our mom's ironing board, cover it over with a tablecloth, and we would go to mass. നീ ഒരു ദിവസം പോപ്പാകുമെന്ന് പറഞ്ഞു പോലും ഞങ്ങളും അയൽക്കാരും അവനെ കളിയാക്കുമായിരുന്നു. ലൂയിസ് പ്രെവോസ്റ്റും ഓർത്തെടുത്തു. ബാല്യകാല കളി പിന്നീട് ജീവിത യാഥാർത്ഥ്യമായി സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ആരറിഞ്ഞു? പുതിയ പാപ്പയ്ക്കായി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലേക്ക് കണ്ണും നട്ടിരിക്കവേ ആദ്യം കുഞ്ഞനിയന്റെ നെറ്റിയും പിന്നീട് അവന്റെ കണ്ണുകളും ശേഷം അവനെ തന്നെയും അവിടെ കണ്ടപ്പോൾ കണ്ണു നിറയുന്ന വികാരനിർഭര നിമിഷങ്ങളായിരുന്നുവെന്ന് ലൂയിസ് അനുസ്മരിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞു, അതെന്റെ കുഞ്ഞനിയനാണ്. അവനിപ്പോൾ മാർപ്പാപ്പയാണ്. എന്റെ കുഞ്ഞനിയൻ പാപ്പയായി വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. When I first saw, as he crossed over the threshold of the balcony, and I saw his forehead and then his eyes, and it was like almost brought me to tears seeing him up there. And then when you look at this, it's like, it's my baby brother. He's the Pope, and he's waving to the crowd.